അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിന് മുന്നിലാണ് നാം ഇപ്പോൾ. ക്ഷേത്രത്തിന്റെ ഇരട്ട ഗോപുരം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പടിഞ്ഞാറ് ദർശനമായി ഒരു ഗണപതി കോവിൽ കാണാം. ഇവിടെ പ്രാർത്ഥിച്ച ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വിശാലമായ മണൽപ്പരപ്പിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറുമായി 2 വലിയ ആൽത്തറകൾ കാണാം. ഈ 2 ആൽത്തറകളിൽ പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജാവിധികളോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്ര സങ്കല്പമാണിത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ് നാം ഇവിടെ കാണുന്നത്. മഹാദേവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും കാവുകളും അടങ്ങുന്നതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഒരു ശ്രീകോവിലിനുള്ളിൽ ഒതുക്കി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഈശ്വര സങ്കല്പമാണിവിടെ. ഹൈന്ദവ ധർമ്മത്തിലെ ഈശ്വരൻ എന്നറിയപ്പെടുന്ന പരമാത്മാവ് അഥവാ അരൂപിയായ പരബ്രഹ്മമാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. ഓം എന്നാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. സകല ദേവതകളും ഓംകാരമൂർത്തിയായ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നതായാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. വിശാലമായ മൈതാനവും കടന്ന് നമ്മൾ കിഴക്കേ ആൽത്തറയിലെത്തുമ്പോൾ അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന വലിയ കാളകളെ കാണാം. ഓച്ചിറ കാളകൾ എന്നാണ് ഇവയെ വിളിക്കുന്നത്. ശിവന്റെ വാഹനം കാളയായതിനാൽ ഓച്ചിറ കാളകൾക്ക് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഓച്ചിറ കാളകളെ തൊട്ടു വന്ദിച്ചാണ് ഭക്തർ ആൽത്തറയിലേക്ക് പോകുന്നത്. വലിയ നടപ്പന്തലും കടന്ന് നമ്മൾ ആൽത്തറയ്ക്ക് മുന്നിലെത്തുമ്പോൾ ധാരാളം വിഗ്രഹങ്ങൾ നിരത്തി വച്ചിരിക്കുന്നത് കാണാം. എന്നാൽ ഇവയൊന്നും ക്ഷേത്രവിധിപ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ളതല്ല. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന വിധത്തിലുള്ള പൂജാകർമ്മങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ജലധാര, കരിക്ക് ധാര, കൂവളമാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ശാരീരിക രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി തടിയിൽ തീർത്ത ആൾരൂപങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു വഴിപാടാണ്. ആൽത്തറയ്ക്ക് മുന്നിലെ കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും മറ്റൊരു വഴിപാടാണ്. ക്ഷേത്രത്തിനടുത്തു നിന്നും കുഴിച്ചെടുക്കുന്ന ചെളിയും ഭസ്മവുമാണ് പ്രസാദമായി നൽകുന്നത്. ആൽത്തറയുടെ പടിഞ്ഞാറ് ഭാഗം പാർവതീ സങ്കല്പമാണ്. ഇവിടെയും ഭക്തർ എണ്ണയും വിളക്കും കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. പരമശിവന്റെ സങ്കല്പത്തിലാണെങ്കിലും ആൽത്തറയ്ക്ക് ചുറ്റും പൂർണ്ണ പ്രദക്ഷിണം നടത്താമെന്നത്
ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. കിഴക്കേ ആൽത്തറയ്ക്ക് തുല്യമായ പ്രാധാന്യം തന്നെയുണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൽത്തറയ്ക്കും. ഇവിടെയും ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഒരുപോലെയാണ്. എത്ര കൊടും വേനലിലും ഈ ആൽത്തറകൾക്ക് ചുറ്റും നല്ല കുളിർമയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പഞ്ചാര മണലിലൂടെ എത്ര നടന്നാലും ക്ഷീണം തോന്നുകയേയില്ല. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സർപ്പദോഷങ്ങൾ മാറാനായി